10 അടിയോളം ഉയരമുള്ള ആ വിചിത്ര രൂപം ആ മാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. 60-ലധികം വരുന്ന പോലീസ് വാഹനങ്ങൾ ആ പ്രദേശം മുഴുവനും വളയുന്നു. ഇലക്ട്രിസിറ്റി കട്ടാകുന്നുണ്ട്, വാഹനങ്ങൾ പോകുന്നത് പൂർണ്ണമായിട്ടും തടഞ്ഞു വെക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ വെടിയൊച്ചകളും കേൾക്കുന്നുണ്ട്. എന്താണ് സത്യത്തിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മിയാമിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്? ആ 10 അടി ഉയരത്തിലുള്ള ആ വിചിത്ര രൂപം അതൊരു ഏലിയൻ ആയിരുന്നോ? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിലായാലും ഇൻസ്റ്റഗ്രാമിലെ ഇൻബോക്സിലായിട്ടും നിരന്തരമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മിയാമിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെ ഒരു ഏലിയൻ വന്നിട്ടുള്ളതാണോ? ഏലിയനെ പിടികൂടാനാണോ അത്രയധികം പോലീസുകാർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്ന ഒരുപാടധികം ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് അവിടെ അമേരിക്കയിൽ ഒരു ടിക്ടോക്ക് വീഡിയോ വലിയ തോതിൽ തന്നെ വൈറലായിട്ട് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മിയാമി സിറ്റിയിലെ ഒരു മാളുമായി ബന്ധപ്പെട്ട ഒരു ആകാശ ദൃശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഫൂട്ടേജ് ആണ് പ്രധാനമായിട്ടും ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യാൻ ഇടയാക്കിയിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ കൂടെ ആ ഒരു വീഡിയോ ക്ലിപ്പിലുണ്ടായിരുന്നു. ഏറെക്കുറെ 60-ലധികം വരുന്ന പോലീസ് വാഹനങ്ങൾ സൈറൻ മുഴക്കിക്കൊണ്ട് ആ മാളിനെ ചുറ്റി വളഞ്ഞിട്ടുള്ള നിലയിലാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറെക്കുറെ 10 അടി ഉയരം തോന്നിക്കുന്ന നിലയിലുള്ള ഒരു വിചിത്ര രൂപം അവിടെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് ആ വീഡിയോ ക്ലിപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ പ്രദേശത്ത് പൂർണ്ണമായിട്ടും ഇലക്ട്രിസിറ്റി ഓഫ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള വാഹനങ്ങൾ പൂർണ്ണമായിട്ടും തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് എയർപോർട്ട് പോലും ഏതാനും സമയത്തേക്ക് പൂർണ്ണമായിട്ടും ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന നിലയിലുള്ള കാര്യങ്ങൾ കൂടെ ഈ വീഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു വിചിത്ര ജീവിയെ വീഡിയോയിൽ കാണുന്നുണ്ട്, ഇത്രയധികം പോലീസുകാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചില വെടിയൊച്ചകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് പല ആളുകളും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ ചിന്തിക്കുന്നത്, എന്തോ മനുഷ്യർ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു 10 അടി ഉയരത്തിലുള്ള ആ ഒരു വിചിത്രമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒരുപക്ഷെ ഒരു ഏലിയൻ ആയിരിക്കാം എന്ന നിലയിലായിരുന്നു. ഇനിയിപ്പോൾ ഇതേ ഒരു കാര്യം നമ്മുടെ നാട്ടിലാണ് സംഭവിച്ചെങ്കിലോ തീർച്ചയായിട്ടും നമ്മളും ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള പല ചർച്ചകൾ നടത്തും. ഇനിയിപ്പോൾ കൊച്ചിയിലെങ്ങാനും ഇത്തരത്തിലൊരു കാര്യം നടന്നു, ഒരുപാട് പോലീസ് വാഹനങ്ങൾ തടിച്ചുകൂടി, അവിടുന്ന് ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഡ്രോൺ ഷോട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള ജീവിയെ നമ്മൾ കണ്ടുവെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുക. നമ്മൾ വലിയ തോതിൽ തന്നെ ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഏറെക്കുറെ ഒരു മാസത്തേക്കുള്ള അന്ത്യചർച്ചയ്ക്കുള്ള വിഷയമായിട്ട് പോലും ഇതിനെ മാറ്റിയെടുക്കും. സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ ഏലിയനുകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഇവിടെ അമേരിക്കക്കാരുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അവിടെയുള്ള ചെറിയ കുട്ടികൾ പോലും നമ്മളിവിടെ കളിക്കുടിക്കും, ബാലരമ്യം, ബാലഭൂമിയൊക്കെ വായിച്ച് മായാവി, ലുട്ടാപ്പി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് അവർ ഫുള്ള് ഏലിയനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെറിയ പ്രായങ്ങൾ മുതൽക്കേ തന്നെ കണ്ട് മനസ്സിലാക്കുന്നത്, കഥകളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട്, മൂവീസിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കാര്യം സംഭവിക്കുമ്പോൾ വലിയ തോതിൽ തന്നെ അവിടെയുള്ള ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നുണ്ട്, ഒരുപാടധികം ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഒരുപാട് ഈ ഒരു വീഡിയോ, ഈ ഒരു ടിക്ടോക്ക് വീഡിയോ അവിടെ വലിയ തോതിൽ തന്നെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഫ്ലോറിഡയിലെ മിയാമിയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ അമേരിക്ക മുഴുവൻ വ്യാപിക്കുകയാണ്. അതിനും അപ്പുറത്തേക്ക് ജനുവരി 1-ാം തീയതി സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം 4-ാം തീയതി 5-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്ക് ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ തന്നെ അറിയുന്ന ഒരു കാര്യമായിട്ട് മാറി വരുന്നുണ്ട്. ആ വീഡിയോയിലുള്ളത് യഥാർത്ഥത്തിൽ ഏലിയൻ ആയിരിക്കുമോ എന്ന് ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലുള്ള ആളുകൾ, നമ്മളെപ്പോലുള്ള ആളുകൾ സംശയിക്കാൻ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമുക്ക് നേരെ ഫ്ലോറിഡയിലെ പോലീസുകാരോട് ചോദിച്ചാൽ മതി. പക്ഷേ ഈ ഒരു വീഡിയോ എത്രത്തോളം വൈറലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൊന്നും തന്നെ ഫ്ലോറിഡയിലെ പോലീസുകാരിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ കൂടി വന്നതോട് കൂടിയിട്ടാണ് ഇത്രയധികം ജനങ്ങൾ ഏറ്റെടുത്തൊരു വിഷയമായിട്ട് മിയാമിയിലെ ഏലിയനുകൾ എന്ന് പറയുന്ന ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയും മറ്റുമൊക്കെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നത്, വൈറലായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തിയറികൾ കൂടെ വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, തിയറി എന്ന് പറയുന്നത്, മിയാമിയിലെ ഈ ഒരു ബീച്ച് സൈഡ് മാർക്കറ്റ് പ്ലേസ് മാളിനകത്തായിട്ട് സാധാരണക്കാർക്കൊന്നും കയറി ചെല്ലാൻ സാധിക്കാത്ത നിലയിലുള്ള ഒരു ഷോപ്പുണ്ട്. ആ ഒരു ഷോപ്പിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു കടയുടെ അകത്ത് അന്യഗ്രഹ ജീവികളുടെ ലോകത്തേക്കുള്ള ഒരു പോർട്ടലുണ്ട്.
അതായത് ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ ഒരു വാതിൽ, ആ വാതിലിലൂടെ കയറി വന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടുള്ള ഒരു ഏലിയൻ ആയിരിക്കാം മിയാമിയിലെ ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിച്ചത്. ഇത്തരം ഒരു ഏലിയൻ പുറത്ത് വന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ 60-ലധികം വരുന്ന പോലീസ് വാഹനങ്ങൾ സൈറൻ മുഴക്കി ഈ മാളിനെ പൂർണ്ണമായിട്ടും ചുറ്റി വളഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തിയറിയിലൂടെ പ്രധാനമായിട്ടും ആളുകൾ വിശദീകരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു തിയറി നമ്മൾ നോക്കുമ്പോൾ അത് ബൈബിളുമായിട്ടൊക്കെ പലരും കണക്ട് ചെയ്തിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട്. ബൈബിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നെഫിലിം എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ബീയിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് മനുഷ്യരെക്കാൾ ഉയരമുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരെക്കാൾ സ്ട്രോങ് ആണ്. അപ്പോൾ അതിനാലൊക്കെ തന്നെ ഈ ഒരു മാളിനകത്തുള്ള പ്രത്യേക തരത്തിലുള്ള പോർട്ടൽ വഴി സ്വർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോകത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ഒരു നെഫിലിം ആയിരിക്കാം ഇത് എന്ന നിലയിലാണ് ഒരു വിഭാഗം ആളുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. പ്രൊജക്ട് ബ്ലൂ ബീം എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി തിയറിയുമായിട്ടും ഈ ഒരു കാര്യത്തെ പലരും വലിയ തോതിൽ തന്നെ കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ ചെറിയ പ്രായം മുതൽക്കേ തന്നെ അമേരിക്കക്കാർ ഇത്തരത്തിലുള്ള ഏലിയനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വരുന്നത്. അതിനാലൊക്കെയാണ് ഇത്രയധികം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ഈ ഒരൊറ്റ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു പ്രൊജക്ട് ബ്ലൂ ബീം എന്ന് പറയുന്നത് നാസയും അമേരിക്കയും കൂടെ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും വിശ്വാസങ്ങളെ പൂർണ്ണമായിട്ടും മായ്ച്ചു കളഞ്ഞുകൊണ്ട് അമേരിക്കക്ക് ഉതകുന്ന നിലയിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന നിലയിലുള്ള ഒരു പുതിയ മതം അല്ലെങ്കിൽ ഒരു പുതിയ വിശ്വാസങ്ങളൊക്കെ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നു എന്ന നിലയിലുള്ള ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി തിയറിയാണ് ഈ ഒരു പ്രൊജക്ട് ബ്ലൂ ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മിയാമിയിൽ അന്ന് നടന്നിട്ടുള്ള എന്ന നിലയിലാണ് പലരും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏലിയനുകളൊക്കെ ഭൂമിയിലുണ്ട് എന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ വിശ്വാസങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു ഉഡായിപ്പ് പരിപാടി തന്നെയാണ് മിയാമിയിലും സംഭവിച്ചിട്ടുള്ളതെന്ന നിലക്കാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരിക്കലും ഏലിയൻ അല്ല, മറിച്ച് ഒരു ഹോളോഗ്രാമിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഏലിയൻ പോലെ ചിത്രീകരിച്ചിട്ടുള്ളതാണ് ആ വീഡിയോ എന്ന നിലയിലൊക്കെയാണ് ഇക്കൂട്ടർ വലിയ തോതിൽ തന്നെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടത് ആ ഒരു ടിക്ടോക്ക് വീഡിയോ. എന്തൊക്കെയാണ് ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ചില തിയറികളൊക്കെയാണ്. ഇനി വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഫ്ലോറിഡയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് വിശദീകരിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും പോലീസുകാർക്ക് പറയാനുള്ളത് അതൊരിക്കലും ഒരു ഏലിയനേ അല്ല എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം പോലീസുകാർ ഒരു സമയത്ത് അവിടെ ഒരുമിച്ച് കൂടിയത്, ആ കാര്യങ്ങളെക്കുറിച്ച് പോലീസുകാർ തന്നെ വിശദീകരിക്കുന്നത്. ജനുവരി 1-ാം തീയതി ന്യൂ ഇയറൊക്കെ പ്രമാണിച്ചുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ യങ്സ്റ്റേഴ്സ് ഈ ഒരു മാളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അവയിൽപ്പെട്ട 2 ഗ്യാങ്ങുകൾ പരസ്പരം ഈ വെടിമരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പടക്കങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞു കളിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണക്കാരായിട്ടുള്ള ബാക്കിയുള്ള ആളുകളുടെ ഇടയിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ശബ്ദ കോലാഹലങ്ങൾ തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഏതോ വ്യക്തികൾ ഇതാരോ അറ്റാക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ വെടിയുതിർക്കുകയാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ വലിയ തരത്തിലുള്ളൊരു ഭീകരവാദ പ്രവർത്തനം തന്നെ അവിടെ നടക്കുന്നുണ്ട്, ഒരുപാടധികം ഭീകരർ ആ മാളിനെ പൂർണ്ണമായിട്ടും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണെന്ന നിലയിലാണ്. അതിനാലൊക്കെ തന്നെയാണ് ഇത്രയധികം പോലീസുകാർ ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്, അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത്, ബാക്കിയുള്ള വാഹനങ്ങളും മറ്റൊക്കെ പൂർണ്ണമായിട്ടും തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് കയറി ചെന്നപ്പോൾ അങ്ങനെയൊന്നല്ല. ഈ ടീനേജേഴ്സ് നടത്തിയിട്ടുള്ള യങ്സ്റ്റേഴ്സ് നടത്തിയിട്ടുള്ള ചില പരാക്രമങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ വെടിശബ്ദങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള എന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയറായി. അപ്പോൾ ഇനി ആ വീഡിയോയിലുള്ള ആ ഒരു 10 അടിയോളം ഉയരത്തിലുള്ള ആ ഏലിയൻ്റെ കാര്യമോ അല്ലെങ്കിൽ ആ വിചിത്ര ജീവിയുടെ കാര്യമോ ആ കാര്യത്തെക്കുറിച്ച് ഇത് ഇത്രയധികം വൈറലായതിനു ശേഷം ഫ്ലോറിഡയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് അത് 3 പോലീസുകാർ നടന്നു പോകുന്നതാണ്. അതിൻ്റെ നിഴലുകൾ മറ്റും കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം അങ്ങനെ ഒരു വിചിത്ര ജീവിയായിട്ട് എന്നുള്ള നിലയിലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യത്തിൽ അതൊരു വിചിത്ര ജീവിയാണോ അതോ ഈ ഫ്ലോറിഡയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ 3 പോലീസുകാർ അടുപ്പിച്ച് നടന്നു പോകുന്നതാണോ? അത്രക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല അല്ലേ? ഇതേ ഒരു കാര്യം തന്നെയാണ് പിന്നീടും സോഷ്യൽ മീഡിയ സംഭവിച്ചിട്ടുള്ളത്. പോലീസുകാർ ഇത്തരത്തിൽ വിശദീകരണങ്ങൾ നടത്തിയെങ്കിൽ പോലും ഈ കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് പറയുന്ന ഒരുപാടധികം കൂട്ടരെ, ഒരുപാടധികം ആളുകളെ, ഒരുപാട് കമൻ്റ് ലോകത്ത് വാചാലരായിക്കൊണ്ടിരിക്കുന്ന, ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മനഃപൂർവ്വം പോലീസുകാർ മറച്ചു വെക്കുകയാണ്. ആ വീഡിയോയിലുള്ളത് മനുഷ്യരല്ല, പോലീസുകാരല്ല, മറ്റെന്തോ ആണ് എന്ന നിലയിലൊക്കെ തന്നെയാണ് ഈ കൂട്ടർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ഇതിൻ്റെയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ഒരു ജീവി അല്ലെങ്കിൽ ഒരു ഏലിയൻ ആയിരിക്കും ആ ഒരു വീഡിയോയിലുള്ളത്? പോലീസുകാർ മനഃപൂർവ്വം കള്ളം പറയുന്നതായിരിക്കുമോ?
ഇനി അതല്ല പോലീസുകാർ പറഞ്ഞത് നമ്മൾ കേട്ട് നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പറഞ്ഞത് സത്യമായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ ബൈ.